ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പ്രധാന കവാടത്തിങ്കിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ചുവടുകൾ കൊണ്ട് പത്രോസിന്റെ പിൻഗാമി വിശുദ്ധ പത്രോസിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കടന്നിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്കുള്ളിലേക്ക് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടങ്ങുന്ന ശവമഞ്ചം പ്രവേശിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രേക്ഷകർ ഓർത്തിരിക്കുക, 2000 വർഷത്തെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം ഇപ്പോൾ വയ്ക്കുവാൻ പോകുന്നത്. നിസ്സാരമല്ല, ലോകത്തിൻ്റെ 2000 വർഷത്തെ ചരിത്രത്തിൻ്റെ പാരമ്പര്യം പേറുന്ന ഒരു മണ്ണ് കൂടിയാണ് ഈ ബസിലിക്ക. വിശുദ്ധ പത്രോസ്, ക്രിസ്തുവിൻ്റെ പ്രഥമ ശിഷ്യൻ, ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളെ വിശുദ്ധ പത്രോസിൻ്റെ മൃതശരീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. അതുകൊണ്ട് ഏറ്റവും ഒരുപക്ഷെ ലോകമാസകലമുള്ള ജനങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫാദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി രക്തസാക്ഷികളുടെ ചുടുതിണം വീണ് കുതിർന്ന മണ്ണിലൂടെയാണ് ഈ പ്രൊസഷൻ ഇപ്പോൾ കടന്നുപോയി ഇപ്പോൾ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പൊതുദർശനത്തിന് വയ്ക്കുവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു, എത്രയോ ജനസാഗരമാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇനിയും ആളുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ പത്രോസിന്റെ കബറിടം സ്ഥിതി ചെയ്തിരുന്ന പ്രധാന ബലിപീഠത്തിന്റെ മുൻപിലേക്ക് തയ്യാറാക്കിയിരിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു പീഠത്തിൽ മാർപ്പാപ്പയുടെ ശവപേടകം പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയാണ്. വളരെ ലളിതമായിട്ടുള്ള ഒരു പീഠമാണ്. മരം കൊണ്ടുള്ള ഒരു ചെറിയ പീഠത്തിൽ അദ്ദേഹത്തിന്റെ അധികം ഉയരം ഒന്നുമില്ലാത്ത വളരെ ചെറിയ ഒരു പീഠത്തിലാണ് തികച്ചും ലാളിത്യത്തിന്റെ എല്ലാ ഭാവങ്ങളോടും കൂടി സിഗ്നൽ ഓഫ് സിംപ്ലിസിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്ന എല്ലാം ഈ ഒരു ചടങ്ങിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത.